ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. ലാസറിൻ്റെ സഹോദരിമാരായ മർത്തയും മറിയവും ഈശോ അവരുടെ ഭവനത്തിലെത്തിയപ്പോൾ അവർ ഇരുവരും ചേർന്ന് കർത്താവിനെ ശുശ്രൂഷ ചെയ്യുന്നതാണ് ഇന്നത്തെ വചനഭാഗത്തിൻ്റെ പൊരുൾ. രണ്ടുപേരും ഈശോയോട് കാണിക്കുന്ന സ്നേഹവായ്പിനെ രണ്ട് അർത്ഥതലങ്ങളിലൂടെ, രണ്ട് പ്രവർത്തന മേഖലയിലൂടെ കണ്ടെത്താനാണ് തിരുവചനം ആഗ്രഹിക്കുന്നത്. ഈ ഒരു ചിന്തയുടെ പശ്ചാത്തലത്തിലാണ് തിരുസഭയിൽ സന്യാസ ജീവിതത്തിൻ്റെ രണ്ട് വഴികൾ രൂപീകരിക്കപ്പെട്ടത് എന്നതാണ് ഈ തിരുവചനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഈശോ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു മർത്ത അവിടെയുണ്ട്. ഈശോ ചെന്ന ഉടനെ ഈശോയെ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടിരുത്തുന്നു. ഈശോയ്ക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അവിടത്തേക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്കുന്നു. അവിടത്തേക്ക് ഭക്ഷണമുണ്ടാക്കാനുള്ള ക്രമീകരണങ്ങളുമായിട്ട് ഓടി നടക്കുന്നു. തൻ്റെ സഹോദരൻ്റെ സുഹൃത്ത് അത് ദൈവപുരുഷനായ ക്രിസ്തു ആണ് എന്നുള്ള വലിയ സന്തോഷത്തിൽ, വലിയ ആനന്ദത്തോടു കൂടി ഈശോയ്ക്ക് വേണ്ടിയിട്ട് തകൃതിയിൽ ഓടി നടന്ന് എന്തൊക്കെ ചെയ്തിട്ടും പോരാ, തൃപ്തി വരാതെ വീണ്ടും വീണ്ടും ആവേശത്തോടെ അവിടുത്തെ ശുശ്രൂഷിക്കാൻ മുതിരുന്ന ഒരു മർത്ത. മർത്ത ഇടയ്ക്കെന്ന് ഇടകണ്ണിട്ട് നോക്കുമ്പോഴാണ് കാണുന്നത്, ഈ ഓടി നടക്കുന്ന മർത്തയെ സഹായിക്കാൻ കൂട്ടാക്കാതെ മറിയം യേശുവിൻ്റെ കാൽക്കലിരിക്കുകയാണ്. അവള് കണ്ണിമ വെട്ടാതെ ഈശോയെ മാത്രം നോക്കിയിരിക്കുന്നു. ഈശോ പറയുന്ന വചനങ്ങൾ കേൾക്കാൻ, ഈശോ എന്തെങ്കിലുമൊക്കെ പറയാൻ, ഈശോയുടെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ അടുത്തിരുന്ന് അവൻ്റെ അധരങ്ങളിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്ന ആ അനുഗ്രഹത്തിൻ്റെ വചസ്സുകൾ പെറുക്കിയെടുക്കാൻ ധ്യാനാത്മകമായിട്ടിരിക്കുന്ന ഒരു മറിയം. അല്പം അസൂയയോടെ, വിഷമത്തോടെ ഈ മറിയം അവളുടെ ശുശ്രൂഷയിൽ മുതിർന്നിരിക്കുന്നത് കണ്ടിട്ട് മർത്ത ഓടിച്ചെല്ലുകയാണ്. കർത്താവേ, ഇവള് മറിയം ഈ ഇരിക്കുന്നത് കണ്ടോ? അവളോട് എന്നെ സഹായിക്കാൻ പറ. ഈശോ കൊടുത്ത ഉത്തരമാണ്, മർത്ത, നീ പല കാര്യങ്ങളെക്കുറിച്ച് വ്യഗ്രചിത്തയാണ്. ഒന്നേ വേണ്ടു, അത് മറിയം തിരഞ്ഞെടുത്തു. നല്ല ഭാഗം മറിയം തിരഞ്ഞെടുത്തു. സന്യാസ ജീവിതത്തിന് നല്ലതും ചീത്തയും ഒന്നും ഉണ്ടെന്ന് നമ്മൾ കരുതണ്ട. പക്ഷേ ഈ രണ്ട് വ്യക്തിത്വങ്ങളെ പിന്നീട് സഭ രണ്ട് ശൈലിയിലുള്ള സന്യാസ ജീവിതാന്തസ്സുകളാക്കി മാറ്റി എന്നതാണ് തിരുവചനത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടത്. മർത്ത പ്രതിനിധാനം ചെയ്യുന്ന ആക്റ്റീവ് മിനിസ്ട്രിയുടെ ഒരു സമൂഹം, ഒരുപക്ഷെ നമുക്ക് പരിചിതരായിട്ടുള്ള എല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും ഈ ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ്. ലോകത്തിൽ ആയിരുന്നു കൊണ്ട് വിവിധങ്ങളായ ശുശ്രൂഷകളിലൂടെ ഈശോയുടെ കർമ്മ പദ്ധതിയെ ദൈവജനത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു സമൂഹം. അധ്യാപന വൃത്തിയിൽ, ആതുര സേവന രംഗത്ത്, ഗ്രാമങ്ങളിലെ ഭവന സന്ദർശനത്തിലൂടെ, അഗതി പരിചരണത്തിലൂടെ, കൗൺസിലിംഗ് മിനിസ്ട്രിയിലൂടെ, അങ്ങനെ വ്യത്യസ്തമായ മിനിസ്ട്രികളിലൂടെ ലോകത്തെമ്പാടും ശുശ്രൂഷ ചെയ്യുന്ന ആയിരക്കണക്കിന്, ഒരുപക്ഷെ ലക്ഷക്കണക്കിന് സിസ്റ്റേഴ്സ്, നമ്മുടെയൊക്കെ നാടിൻ്റെ അഭിമാനമായ, നമ്മുടെ ഇടവകകളുടെ അഭിമാനമായ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ സേവനത്തെ നമ്മൾ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കണം. അതൊരു ശൈലിയാണ്. മറ്റൊരു ശൈലിയുണ്ട്, ഒരുപക്ഷെ നമുക്ക് അത്ര പരിചയമല്ലാത്ത കണ്ടംപ്ലേറ്റീവ് ഓർഡർ എന്ന് പറയുന്ന ഒരു വിഭാഗം. മിണ്ടാമടം എന്നൊക്കെയാണല്ലോ നമ്മൾ അവരെ വിളിക്കുക. ആ സിസ്റ്റേഴ്സ് താമസിക്കുന്നത് അപൂർവം ചില പ്രദേശങ്ങളിലാണ്. അങ്ങനെ ഒരു
കോൺഗ്രിഗേഷനിലേക്ക് മെമ്പറായിട്ട് പോകുന്നത് അത്യപൂർവമായിട്ടാണ് ചിലരൊക്കെ. കേരളത്തിലും ഒരുപക്ഷെ ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു കാലത്ത് നൂറുകണക്കിന് ഭവനങ്ങളുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അവയുടെ എണ്ണമൊക്കെ ഇന്ന് തുലവും പരിമിതമായി കുറഞ്ഞിട്ടുണ്ട്. ആ കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സ് ചെയ്യുന്ന സേവനം അവർ പൂർണ്ണമായിട്ട് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നവരാണ്. ദിവ്യാന ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് ദിവ്യാനത്തിന് മുമ്പിൽ മുഴുവൻ സമയവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു അവർ. വലിയ കമ്മ്യൂണിറ്റികളാണെങ്കിൽ ഒന്നോ രണ്ടോ പേര്, ചെറിയ കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഒരാളൊക്കെ ഒന്ന് മാറി നിന്ന് അവർക്ക് ഭക്ഷണം ഒരുക്കാനും മറ്റ് ക്രമീകരണങ്ങൾ ഒരുക്കാനും ഒക്കെ വേണ്ടിയിട്ട് വ്യഗ്രചിത്തരാകുന്നു. കടയിൽ പോകാൻ, മാർക്കറ്റിൽ പോകാൻ, സാധനങ്ങൾ വാങ്ങാനൊക്കെ ഒന്നോ രണ്ടോ പേര് മാത്രം ആക്കി നിന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം മുഴുനീളം പ്രാർത്ഥനയിലാണ്. ഇടവേളകളിൽ, വിശ്രമവേളകളിലൊക്കെ അവർ ജപമാല ഉണ്ടാക്കുന്നു, ഓസ്തി ഉണ്ടാക്കുന്നു. അങ്ങനെ ചെറിയ സാമ്പത്തിക വരുമാന പദ്ധതികളിലൂടെയൊക്കെ ആ കോൺഗ്രിഗേഷൻ ജീവിച്ചു പോകുന്നു. ഒരുപക്ഷെ കൂടുതൽ സ്ഥലമൊക്കെയുള്ള കോൺഗ്രിഗേഷനിലാണെങ്കിൽ അവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നു. പറമ്പിൽ കൃഷി ചെയ്യുന്നു, മറ്റു കാര്യങ്ങളൊക്കെ ഈ പുറത്ത് നിൽക്കുന്ന സഹോദരി എല്ലാം നോക്കിയും കണ്ടും ചെയ്യിക്കുന്നു. ആ സിസ്റ്ററിലൂടെ ആ കോൺഗ്രിഗേഷനെല്ലാവർക്കും ആവശ്യമായ സേവനങ്ങൾ കൊടുക്കുക. നമ്മുടെ കസിൻസിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ചെന്നാൽ പോലും അവർക്ക് ഇറങ്ങി വന്ന് നമ്മളോടൊത്ത് സംസാരിക്കാനൊന്നും പറ്റില്ല. ഒരു ഗ്രില്ലിൻ്റെ അകലത്തിൽ അവരകത്ത് നിൽക്കുന്നു, നമ്മൾ പുറത്ത് നിൽക്കുന്നു. വീട്ടിൽ മരണം പോലെയുള്ള അവസരങ്ങൾ ഉണ്ടായാൽ പോലും ഒരുപക്ഷെ അവർ വരില്ല. ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള, കണ്ടംപ്ലേറ്റീവ് ആയിട്ടുള്ള ഒരു ഓർഡർ. മറിയത്തിൻ്റെ പ്രാർത്ഥനയുടെ, മറിയത്തിൻ്റെ ഈശോയിലേക്കുള്ള നോക്കിയിരിപ്പിൻ്റെ മുഖം പേറുന്ന സഹോദരിമാർ. പ്രിയപ്പെട്ടവരെ, ഇത് രണ്ട് കോൺഗ്രിഗേഷൻ്റെ പ്രശ്നമാണ്. നമ്മുടെ മുമ്പിൽ ഉയരേണ്ട ഒരു ചിന്ത ഈ രണ്ട് കോൺഗ്രിഗേഷനുകളായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന സംഗതി നമ്മുടെ രണ്ട് മനോഭാവങ്ങളായിട്ട് കാണാൻ നമുക്ക് സാധിക്കണം. എപ്പോഴും ഈശോയുടെ മുഖത്ത് നോക്കിയിരുന്ന് ഈശോയോട് സംസാരിച്ച് ഈശോയുടെ വചനങ്ങൾ കേട്ട് ധ്യാനിച്ച് ഇരുന്നാൽ നമ്മുടെ അടുപ്പിൽ തീ പുകയില്ല, നമുക്കറിയാം. അപ്പോൾ അവിടെ ഓടി നടന്ന് ജോലി ചെയ്യേണ്ട കുറേ സമയമുണ്ട്. അതൊരു മനോഭാവമാണ്. എൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, എൻ്റെ ഭവനത്തിലെ ഞാൻ ഏറ്റെടുക്കേണ്ട ജോലികൾ, ഒരുപക്ഷെ ജോലിക്ക് പോകണം, ഞാൻ കൂലിപ്പണിക്കായിരിക്കാം, തൊഴിലുറപ്പിനായിരിക്കാം, മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കാകാം, മക്കളുടെ കാര്യത്തിലാകാം, പറമ്പിലെ കാര്യത്തിനാകാം, കന്നുകാലികളുടെ കാര്യത്തിനാകാം. ഓടി നടന്ന് പലകൂട്ടം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ പല കാര്യങ്ങളും, പല കുടുംബങ്ങളും തന്നെ നടന്നു പോകുന്നത്. അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കാനുള്ള ഒരു നിയോഗം നമുക്കെല്ലാവർക്കുമുണ്ട്. എന്നോർത്തുകൊണ്ട് ജീവിതകാലം മുഴുവൻ ഈ കഷ്ടപ്പാടും ദൈന്യതയും പ്രശ്നങ്ങളുമായിട്ട് ഓടി നടക്കണമെന്നല്ല. കുറേ സമയമൊക്കെ നമുക്ക് തമ്പുരാൻ്റെ മുമ്പിൽ ഇരിക്കാൻ പറ്റണം. ഗുരുമുഖത്തേക്കൊന്ന് നോക്കിയിരിക്കാൻ, അവൻ്റെ വചനത്തിന് വേണ്ടി ഒന്ന് കാതോർക്കാൻ, അവൻ്റെ അധരങ്ങളിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്ന ആ വചനത്തിൻ്റെ മുത്തുമണികളൊന്ന് ശേഖരിക്കാൻ, ഈശോയെ നോക്കിയിരിക്കാൻ കാണിക്കുന്ന ഒരു വ്യഗ്രത നമ്മുടെ ജീവിതത്തിൻ്റെ കുറേ സമയമെങ്കിലും നമുക്ക് ആവശ്യമുണ്ട്. ഈശോയിലേക്ക് നോക്കിയിരിക്കാൻ പോരുന്ന ആ പുണ്യപ്പെട്ട കുറേ നിമിഷങ്ങൾ നമുക്ക് വേണം. തിരക്ക് പിടിച്ചുള്ളൊരോട്ടം മാത്രമല്ല ക്രിസ്തീയ ജീവിതം. ചിലർക്ക് പറയും 24 മണിക്കൂർ പോരാ ഒരു ദിവസത്തിന്, തിരക്കോട് തിരക്കാം. അങ്ങനെയുള്ള ചിലരൊക്കെ ഒന്ന് കൈയൊടിഞ്ഞ് കാലൊടിഞ്ഞ് ആശുപത്രിയിൽ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ എന്നോട് രസകരമായിട്ട് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഓട്ടമായിരുന്നു. അപ്പം ഇന്ന് കാലൊടിഞ്ഞ് വീട്ടിൽ ഇരുന്നപ്പോഴാണ് ബൈബിള് ഒന്ന് തുറന്ന് വായിക്കാനുള്ള സമയം കിട്ടിയത്. ഒന്ന് കുടുംബക്കാരെയൊക്കെ ഒന്ന് ഫോൺ ചെയ്യാനും എല്ലാവരോടും ഒക്കെ ഒന്ന് സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം കിട്ടിയത് എൻ്റെ കൈയൊടിഞ്ഞിരുന്നത് കൊണ്ടാണ്. ചില അവസരങ്ങളൊക്കെ നമുക്ക് തന്നെ വരും. നമ്മളതിനുവേണ്ടി കാത്തിരിക്കണമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനോഭാവങ്ങളിൽ മറ്റുള്ളവരെ അവർക്ക് വേണ്ടിയിട്ട് കരുതി വയ്ക്കാൻ, ഈശോയുടെ മുമ്പിലൊന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ, കുറച്ച് സമയം പ്രാർത്ഥിക്കാൻ, ധ്യാനിക്കാൻ ഒക്കെ നമ്മൾ സമയം കണ്ടെത്തണ്ടേ. ഒരു വർഷത്തിലൊരു 3-4 ദിവസമൊക്കെ ഒന്ന് ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ഒരു ധ്യാനമൊക്കെ കൂടുക. എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ സമയമെങ്കിലും വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തുക. കുടുംബ പ്രാർത്ഥനയിൽ സജീവമായിട്ട് പങ്കെടുക്കുക. ഇതൊക്കെ നമ്മുടെ ആത്മീയതയുടെ മേഖലകളാണ്.
പലപ്പോഴും ഇന്ന് തിരക്കിൻ്റെ ലോകത്ത് നമുക്കിതിനൊന്നും സമയം കിട്ടണില്ല എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ദൈന്യത. നമുക്ക് ഗൗരവത്തിൽ ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് മനോഭാവങ്ങൾ വേണം. മുഴുവൻ സമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കാനാകുന്ന ഒരു സാഹചര്യമല്ല നമുക്കെല്ലാവർക്കും ഉള്ളത്. മുഴുവൻ സമയവും ഓടി നടന്നാൽ നമ്മുടെ ആത്മീയത ചോർന്നു പോകും. അതുപോരാ. മദർ തെരേസയുടെ കോൺഗ്രിഗേഷൻ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന കോൺഗ്രിഗേഷനാണ്. മദർ തൻ്റെ അടുക്കൽ വരുന്നവരെയൊക്കെ ഏറെ ആർദ്രതയോടെ സ്നേഹിക്കുന്നത്, മുഖത്ത് കാർക്കിച്ച് തുപ്പിയവനെ പോലും സ്നേഹത്തോടെ പരിഗണിക്കുന്നത്, പരിചരിക്കുന്നത്, തൻ്റെ പ്രിയപ്പെട്ട തെരുവിൻ്റെ മക്കളെ ചേർത്ത് പിടിക്കുന്നത്, അവരുടെ പുഴുവരിച്ച മുറിവുകൾ വെച്ച് കെട്ടുന്നത്, ഇതൊക്കെ വലിയ സന്തോഷത്തോടെ ഈ അമ്മയും സഹോദരിമാരും ഒക്കെ ചെയ്യുമ്പോൾ ഒരിക്കൽ അമ്മയുടെ ജീവചരിത്രം പഠിക്കാൻ, അമ്മയെക്കുറിച്ചൊരു ടെലിഫിലിം തയ്യാറാക്കാൻ വന്ന ഒരു സംവിധായകൻ അമ്മയോട് ചോദിച്ചു, അമ്മ എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുക? ഇത്രയും ആക്റ്റീവായിട്ട്, ഇത്രയും ചിരിക്കുന്ന മുഖവുമായിട്ട് ഈ ചീഞ്ഞളിഞ്ഞ മനുഷ്യരുടേക്കൊക്കെ ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ട്, തെരുവിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി, മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാൻ വേണ്ടി, അവർ കാർക്കിച്ച് തുപ്പുമ്പോൾ പ്രതികരിക്കാതെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെ എങ്ങനെയാണ് അമ്മയെ സാധിക്കുക? അമ്മ വലിയ സ്വാതന്ത്ര്യത്തോടെ ഈ സംവിധായകൻ്റെ കയ്യിൽ ചേർത്ത് പിടിച്ചിട്ട് തിരക്ക് പിടിച്ച് അമ്മയൊന്ന് ഓടി. മഠത്തിൻ്റെ മറ്റൊരു കോണിൽ അമ്മയും ഈ സഹോദരനെ പിടിച്ചുകൊണ്ട് വന്നു. അടഞ്ഞു കിടന്നൊരു വാതായനം മെല്ലെ തുറന്നിട്ട് അമ്മ ചൂണ്ടിക്കാണിച്ചു. ഒരു ചാപ്പലാണ്. ചാപ്പലിൽ ദിവികാരണീശോ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നു. കുറേ സഹോദരിമാർ ദിവികാരണീശോയുടെ മുമ്പിലിരുന്ന് കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥതയോടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം. ഈ സമൂഹം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അമ്മ ആ ദിവികാരുണ്യത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ഈ സംവിധായകനോട് പറഞ്ഞു, അവനാണ് ഞങ്ങളുടെ കരുത്ത്. അവനുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ജോലികളൊക്കെ ഇത്ര ഭംഗിയായിട്ട്, ഞങ്ങൾക്ക് സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ മുഖം പേറി കരുണാർദ്ര സ്നേഹം പങ്കുവെച്ച് കൊടുക്കാനൊക്കെ ഞങ്ങൾക്കിടയാകുന്നത് അവനുള്ളത് കൊണ്ടാണ്. അവൻ്റെ മുമ്പിലിരുന്ന് ധ്യാനിക്കാൻ ഞങ്ങൾക്ക് കുറേ പേരെങ്കിലും ഉള്ളത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സിസ്റ്റേഴ്സൊക്കെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മുമ്പിൽ ചിരിക്കുന്ന മുഖവുമായിട്ടൊക്കെ വരുന്നത്. നമുക്ക് ഉണരും മുമ്പേ കൊച്ചു വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ദിവികാരണീശോ എഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കുന്നവരാണ് നമ്മുടെ സിസ്റ്റേഴ്സിലേറെ പേരും. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തുന്ന ആ ജീവിതങ്ങളെയൊക്കെ നമുക്കിന്ന് നമിക്കാം. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരിലൂടെയൊക്കെ നമുക്ക് സഭയ്ക്ക് നൽകപ്പെട്ട വലിയ ശുശ്രൂഷകളെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. ഇനിയും കൂടുതൽ ആവേശത്തോടെ, കൂടുതൽ സ്നേഹത്തോടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആവും വിധം ഇത്തരം ശുശ്രൂഷകളിലൊക്കെ പങ്കുചേരാൻ, സഹകരിക്കാൻ, വ്യക്തിപരമായ ജീവിതത്തിൻ്റെ മേഖലയിൽ ഈ രണ്ട് മനോഭാവങ്ങളെ ഒന്ന് സമന്വയിപ്പിച്ചുകൊണ്ട് പോകാനൊക്കെയുള്ള ആഗ്രഹം ഈശോയുടെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.